Ladies and gentlemen, this is Adesh and welcome to my comedy. തമിഴിൽ നിന്ന് ഒരു ഹൊറർ ത്രില്ലർ ഇപ്പൊ OTT വന്നിട്ടുണ്ട്. ഡാർക്ക് എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഒരു പ്രതീക്ഷയില്ലാതെ കണ്ട പടം. യൂഷ്വലി തമിഴിൽ നിന്ന് വരുന്ന ഹൊറർ പടങ്ങളൊക്കെ ഹൊറർ കോമാണ്, അതായത് ഹൊറർ കോമാളിത്തരം. പിന്നെ കുറെ പടങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഡാർക്ക് എന്നാണ് എല്ലാ സിനിമയുടെയും പേര്. ഡാർക്ക് ദ സാത്താൻ പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു, തനി വൃത്തികെട്ട പടം. പിന്നെ ഡാർക്ക് ദ ജയന്റ് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു, അത് ഡോഗ് ഷിറ്റ്. വീണ്ടും ഡാർക്ക് എന്നുള്ള ഒരു പേരിലൊരു പടം വന്നപ്പോ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ പക്ഷേ എല്ലാ അപരാധവും ഇരുന്ന് കാണും. ഹൊററിലെ ഏത് അപരാധം വന്നാലും ഞാൻ ഇരുന്ന് കാണും. കാരണം ചില പടങ്ങളൊക്കെ അണ്ടർ റേറ്റഡ് ആയിരിക്കും, ആരും അതിനെപ്പറ്റി പറയണ്ടാവില്ല, പക്ഷെ അത്യാവശ്യം നല്ല സിനിമയായിരിക്കും. ഇത് ചുമ്മാ ഇരുന്ന് കണ്ടതാണ്. ഡീസന്റ് ഹൊറർ ത്രില്ലർ. വൻ സംഭവമാണ്, അല്ലെങ്കിൽ മറ്റേ ഭൂതകാലം ലെവല് അങ്ങനെയൊന്നും പറയില്ല. ഒരു ഡീസന്റ് നൈസ് ഹൊറർ ത്രില്ലർ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് 2001 എന്താണ് കാണിക്കുന്നത്. 2001 സമയത്ത് ഒരു വീട്ടില് 3 പേര് തീ കൊളുത്തി ചാവും. പിന്നെ കാണിക്കുന്നത് 2025. പിന്നെ നോക്കണു ഫ്ലാഷ് ബാക്കിന്റെ ഉള്ളിലത്തെ ഫ്ലാഷ് ബാക്ക് ആണ് ഈ പടം. 6 മാസം പിന്നാലെ, 7 ദിവസം പിന്നാലെ പറഞ്ഞിട്ടൊക്കെ പോണ്ട്. ഇതില് എനിക്ക് ആകെ അറിയുന്നത് രണ്ട് പേരാണ്. ഒന്ന് മറ്റേ നമ്മുടെ നട്ടി ഏലിയാസ് നടരാജൻ, പിന്നെ ഭാഗ്യരാജ്. ബാക്കിയൊക്കെ ഇൻട്രൊഡ്യൂസിങ് വേണ്ടി എഴുതി കാണിക്കുന്നു. ഒരു പ്രതീക്ഷയും അതുകൊണ്ട് ഉണ്ടായിരുന്നില്ല. വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ. സോ അതിന്റെ ഭാഗമായിട്ട് IPS ഓഫീസറായ നമ്മുടെ നട്ടി അണ്ണൻ ക്ലാസ് എടുക്കുകയാണ്. ആ സമയത്ത് ഒരു ചെറുക്കം വന്ന് ചോദിക്കുകയാണ്, സാർ ഇത്രയും കേസൊക്കെ സോൾവ് ചെയ്തതല്ലേ, ലൈഫിൽ എന്തെങ്കിലും പേടിച്ചുണ്ടോ? ആ ഒരു മൊമെന്റ് തൊട്ടിട്ട് പടം ഓണാണ്. സീരിയസ് നോട്ടിൽ തന്നെയാണ് പടം തുടങ്ങുന്നത്, എന്നാൽ ആ ഒരു മൊമെന്റ് തൊട്ടിട്ട് പടം ഓണാണ്. സോ ഞാൻ ഈ സിനിമ കാണാനുള്ള മെയിൻ റീസൺ, പ്രൈം എടുത്തപ്പോ തന്നെ ഫ്രൈറ്റനിങ് സീൻസ് വണ്ടക്ക വലുപ്പത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇത് യൂഷ്വൽ ഗിമ്മിക്സ് ആയിരിക്കും, തള്ളു പരിപാടി ആയിരിക്കും. എന്നാൽ ഈ സിനിമയിൽ 3-4 ഫ്രൈറ്റനിങ് സീൻസ് ഉണ്ട്. നൈസ് സാധനമാണ്. രാത്രിയൊക്കെ കാണുമ്പോൾ എനിക്ക് അത്യാവശ്യം പേടിയൊക്കെ തോന്നി. അത് നൈസ് സാധനമായിരുന്നു. പിന്നീട് നമ്മുടെ നായകൻ, എത്തിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നായകൻ ഈ ഹോണ്ടഡ് ആയിട്ടുള്ള വീട്ടിലോട്ട് താമസം മാറ്റുകയാണ്. പിന്നെ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. എനിക്ക് അത്യാവശ്യം വർക്കായി ഈ പടം. കാരണം വൻ സംഭവമാണ് എന്നൊന്നും അല്ല, എന്നാൽ ചില സീൻസ് ഒക്കെ അത്യാവശ്യം നന്നായി പേടിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഇതിലെങ്ങനെയാണ് വെച്ചാൽ യൂഷ്വൽ ആയിട്ട് കണ്ടുവരുന്ന ഹൊറർ സിനിമകൾ പോലെയല്ല. ദിസ് ഇസ് ക്വൈറ്റ് ഡിഫറെന്റ്. കുറച്ച് എക്സ്പെരിമെന്റൽ ആണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ബാക്കിയുള്ള ഹൊറർ പടങ്ങളൊക്കെ എങ്ങനെയാണ്, പ്രേതം വരുന്നു, പ്രേതം അവിടെ താമസിക്കാൻ പോണവനെ കൊല്ലുന്നു, അല്ലെങ്കിൽ നായകനെ ഒന്നും ചെയ്യാതെ വിടുന്നു, നായകനെ കാണുമ്പോൾ പേടിക്കുന്ന പ്രേതം, ബ്ലഡ് ബാത്ത്, ചോരക്കളി. എന്നാൽ ഇത് അങ്ങനെയല്ല. പ്രേതത്തിന്റെ പ്രസൻസ് അവിടെ ഉണ്ട്. അത് കാരണം അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന മെന്റൽ ടോർച്ചർ, മെന്റൽ പ്രഷർ, മെന്റൽ ഇൻസ്റ്റെബിലിറ്റി, ഇതൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. അതെനിക്ക് അത്യാവശ്യം നൈസ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഇതിൽ അഭിനയിച്ച നായകനായിട്ട് അഭിനയിച്ച പയ്യൻ ഡെബ്യൂ ഫിലിമാണ് തോന്നുന്നു. പക്ഷെ ഈ ടെൻഷൻ, അതേപോലെ തന്നെ ഈ പ്രേതത്തിന്റെ പ്രസൻസ് ആൾ അറിയുമ്പോൾ ഉണ്ടാവുന്ന ആൾക്ക് ഉണ്ടാവുന്ന ആങ്സൈറ്റി, പേടി, ഇതൊക്കെ കിഡുമായിട്ടാണ് ആള് പെർഫോം ചെയ്തിരിക്കുന്നത്. അത് എടുത്ത് പറയണം, അജാതി കിഡുമായിട്ടാണ് ചെറുക്കം പെർഫോം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും പോസിറ്റീവ് ഫാക്ടർ ആ പയ്യന്റെ പെർഫോമൻസ്. രണ്ടാമത്തത് ഇതിന്റെ മ്യൂസിക് വർക്ക്. ഒരു ഹൊറർ പടത്തിന് ആപ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് വർക്ക് ആയിരുന്നു ഈ സിനിമയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചില സീൻസിലൊക്കെ നമുക്കൊരു ടെൻഷൻ ഫീൽ ചെയ്തത്. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു, എല്ലാവർക്കും ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. നട്ടി ആസ് യൂഷ്വൽ വലിയ റോളൊന്നുമില്ല, ചെറിയ റോള് വൃത്തിക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഈ സിനിമയുടെ ടുവേർഡ്സ് എൻഡ് ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സാധനമായിരുന്നു. എന്നാൽ പോലും വൺ ട്വിസ്റ്റ് ഒന്നും അല്ല, ചെറിയ സാധനം. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും വലിയൊരു നെഗറ്റീവായി തോന്നിയത്, ഇങ്ങനത്തെ കില്ലിങ്സ് നടക്കാനൊക്കെ ഉള്ള ഒരു മോട്ടീവ്, അല്ലെങ്കിൽ പ്രേതത്തിന്റെ ഒരു റീസൺ, അത് വൻ ശോകമായിരുന്നു. 1 വീക്ക് പരിപാടിയായിരുന്നു. ഈ സിനിമ ഏകദേശം 2 മണിക്കൂർ പോലും ഇല്ല. ആ റീസണൊക്കെ ഒന്നും കൂടി സ്ട്രോങ് ആക്കിയിട്ട് പടം ഒരു 2-2.25 മണിക്കൂറായിട്ട് ഒന്ന് നീട്ടിയിട്ടുണ്ടെങ്കിൽ തിങ്സ് വുഡ് ഹാവ് ബീൻ ബെറ്റർ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി.
കാരണം ആ ഒരു മോട്ടീവ് ഒക്കെ വൻ ശോക പരിപാടിയായിരുന്നു. സോ ഹൊറർ സിനിമ അല്ലെങ്കിൽ ഹൊറർ ത്രില്ലേഴ്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണ് വെച്ചാൽ കണ്ടു നോക്കുക. അറ്റ് ദ സെയിം ടൈം ഞാൻ വീണ്ടും പറയാണ്, ലോ എക്സ്പെക്ടേഷനിൽ കാണുക. വൻ സംഭവമാണ്, ഭൂതകാലത്തിലെ വെല്ലുന്ന പടമാണ്, DS വെല്ലുന്ന പടമാണ് കണ്ടിട്ട് കണ്ടാലൊന്നും ചിലപ്പോൾ വർക്ക് ആവില്ല. അങ്ങനെ കണ്ട ഒട്ടും വർക്ക് ആവില്ല. ഞാനൊരു അപരാധമൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ പടം കണ്ടത്. അപ്പൊ എനിക്കിത് ഒരു നൈസ് പടം. ഇതിപ്പോ ചിലവർ ഈ സിനിമ വൻ കുറ്റം പറയും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഐ ഡോണ്ട് കെയർ. എനിക്ക് ഈ സിനിമ അത്യാവശ്യം നൈസ് ആയി തോന്നി, ഡീസെന്റ് ആയിട്ടുള്ള ഒരു പടം. ചില സ്ഥലത്തൊക്കെ നന്നായി പേടിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 13ാമത്തെ മിനിറ്റിൽ വരുമ്പോൾ ഒരു സാധനമുണ്ട്, ഒരു ജംപ് സ്കെയർ ഉണ്ട്. ആകെ നൈസ് സാധനമായിരുന്നു. ആ ചെറുക്കന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വാസ് ഓൾസോ നൈസ്. സോ ഇങ്ങനത്തെ സിനിമയൊക്കെ ഇഷ്ടമുള്ളവർ കണ്ടു നോക്കുക. ഡാർക്ക് ഈ സ്ട്രീമിംഗ് ഓൺ ആമസോൺ പ്രൈം. തമിഴ് സിനിമയാണ്, എനിക്ക് തമിഴ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ട് ഉള്ളൂ. സോ അടുത്തൊരു പടമായിട്ട് വീണ്ടും വരാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം.